ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ ഉസ്താദ് ഉൾപ്പെടെ വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ചവനെ ഉസ്താദിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ രോഗമാണ് അല്ലാഹു കൊടുത്തത്. പടച്ചവനെ രോഗമാണെന്ന് ഡോക്ടർ പറയുമ്പോ സാധാരണ എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്ന സമയമാ, വല്ലാതെ പേടിക്കുന്ന സമയമാ, സങ്കടപ്പെട്ടു പോകുന്ന സമയമാ. എന്നാ ശൈഖുനാരുടെ അടുക്കൽ വന്നിട്ട് രോഗം ഇതാണെന്ന് പറയുമ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി അൽഹംദുലില്ലാഹ്. ഇതാണോ അല്ലാഹു തരുന്ന നിഅമത്ത്? അത് എന്തുമാകട്ടെ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എന്നാ നമ്മളിൽ പലരും അൽഹംദുലില്ലാഹ് പറയാൻ പോലും മടിയുള്ളവരാ. എന്തിനാ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ അടുക്കൽ എത്രയോ പേര്, ഞാൻ എന്റെ സഹോദരനുമായിട്ട് വന്നതിന്റെ അന്ന് ഒരു ഉസ്താദ് വന്നു. ഞങ്ങൾ സുബഹി കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, എന്റെ മകന് ഭയങ്കര കുരുത്തക്കേടാവുന്ന ദുആ ചെയ്യണേ, എന്റെ മകന് ഭയങ്കര കുരുത്തക്കേടാ ദുആ ചെയ്യണേ. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ വാപ്പയാ, നിങ്ങളുടെ വാപ്പയാ, മലക്കുകൾ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. എന്റെ മകൻ കുരുത്തം കെട്ടവൻ, അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാണെന്ന് നിങ്ങൾ പറയുമ്പോ ആ മലക്കങ്ങാണ് ആമീൻ പറഞ്ഞ അവൻ അങ്ങനെ ആയി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹുമാറാകട്ടെ. ഞാൻ അന്ന് പഠിച്ച ഒരു അറിവാണ്. ഒരു മാതാവും പിതാവും മക്കളെ ശപിക്കുന്നവനുണ്ട്. കുരുത്തം കെട്ടവൻ, പോക്ക, ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി. ആരാ പറയണ? ഉപ്പ, ഉമ്മ. സത്യം പറഞ്ഞ ഒരു പിതാവ് അങ്ങനെ പറയാൻ പാടില്ല. അവൻ ഉസ്താദ് അങ്ങനല്ല, എന്റെ മോന് ഇത്തിരി ഇതുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്ത വലിയൊരു ഉപദേശം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഉത്തരം. അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരെ എനിക്കൊന്നേ പറയാനുള്ളൂ. ശൈഖുന പോയപ്പോ നമ്മളോടൊരു ഉപദേശം തന്നിട്ടാ പോയത്. പടച്ചവനെ, കിലോമീറ്ററുകളോളം അല്ലാഹുവേ അത്തിപ്പറ്റയിൽ വല്ലാത്ത തിരക്കുള്ള ഒരു ദിവസമുണ്ടായിരുന്നു. കിലോമീറ്റർ ഈ ഫത്താഹിന്റെ പരിസരം മുഴുവനും ജനങ്ങൾ വന്ന് കുന്നുകൂടിയ ഒരു ദിവസമുണ്ടായിരുന്നു. റബ്ബേ, അവസാനമായി അത്തിപ്പറ്റ ഉസ്താദിനെ ഒന്ന് കാണാ. അല്ലാഹുവേ, അവസാനം ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് ആ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ ഉസ്താദ് പറയാതെ പറഞ്ഞ ഒരു വാക്കുണ്ടടോ, പോകുമ്പോ ഇതുപോലെ പോകണം സഹോദരാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് മരിച്ചു കിടന്നപ്പോഴും നമ്മളോട് പറഞ്ഞ മഹാനാണ് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് റൂസിൽ ഒരുമിച്ചവരെ എല്ലാവർക്കും വാസിയാടോ, എല്ലാവർക്കും ദേഷ്യമാടോ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ ചെയ്ത് കാണിക്കുന്നവരാ, ഉപദേശിക്കുന്നവനെ കളിയാക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാറുള്ളൂ, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. ചിരിയും കളിയും തമാശയൊക്കെ കുറയ്ക്ക് ചെറുപ്പക്കാരാ. ഒരുപാട് കടം ആസ്വദിക്കുമ്പോ ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്ന യുവത്വമേ, ചെരുപ്പിലൊന്ന് നോക്കണേ മോനെ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കുല്ലും മ്രിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകീൻ അലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തുണിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നമ്മുടെ കൂടെയുണ്ട് സഹോദരാ. പ്രായമാകണ്ട, രോഗം വേണ്ട, ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, കിഡ്നി രോഗം വേണ്ട, മോനെ ഒരു തലവേദന പോലും വേണ്ട. നിന്ന നിപ്പിനു മനുഷ്യന്മാര് വീട് മരിക്കുന്ന കാലമാ. തുഅമ്മിലു ഫി ദുനിയാ طويلا ولا تدري إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات
من غير إلتي وكم من مريض عاس ظهرا على ظهري മോനെ നിന്നവര് പെട്ടെന്ന് വീണ് മരിക്കുകയാണ്. നേരം വെളുപ്പിച്ചവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകുന്നേരം എത്തിയവൻ നേരം വെളുപ്പിക്കുന്നില്ല. പ്രായമില്ല, സമയമില്ല, രോഗമില്ല. ഇതാണ് മരണം. ഇടിത്തീ വീഴുന്നത് പോലെ വരുമോരേ. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുകയാ, വാശി കാണിക്കണേ, വാശി കാണിക്കണേ, വാശി കാണിക്കണേ, വാശി കാണിക്കണേ. ആരോടാണ് വാശി കാണിക്കേണ്ടതെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, മോനെ മരണത്തിന്റെ വേദനയും സഹിച്ചാണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. അല്ലാഹുവേ, ഉമ്മ പറയുന്നത് സത്യമാണോ? ഉമ്മ ഒരുപാട് വേദന സഹിച്ചവളാട്, ഒരുപാട് കഷ്ടപ്പെട്ടവളാട്. 10 മാസം ചുമന്നിട്ട് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മ. എന്നാൽ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഉമ്മ നീ പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉമ്മ ചിരിച്ചടോ? ഉമ്മ ചിരിച്ചടോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലെ ടെൻഷൻ അടിച്ച് നടന്ന മനുഷ്യനാണ് നമ്മുടെ വാപ്പ. പാടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു, പാടെ കൈകാല് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉപ്പ ഇരിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് തിയേറ്ററിന്റെ വാതില് തുറന്നിട്ട് നേഴ്സ് വന്നിട്ട് പറയുന്നു, ഇതാ പൊന്നുമോനാ, പൊന്നുമോളാ. സുബ്ഹാനല്ലാഹ്. അതുവരെ കരഞ്ഞ വാപ്പാടെ മുഖത്ത് ചിരിയായടോ. കണ്ടവര് ചോദിക്കുന്നു, എവിടെ എവിടെ എവിടെ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ കുടുംബക്കാര് മുഴുവനും ഓടി വന്ന് ചിരിച്ചടോ. മുസ്ലിമേ, നമ്മള് കരയുകയായിരുന്നു, നമ്മള് കരയുകയായിരുന്നു. ശപിക്കപ്പെട്ട ഇബ്ലീസ് പോലും നമ്മളെ നുള്ളി നോവിപ്പിച്ചിട്ട് നമ്മള് കരയുന്നത് കണ്ടിട്ട് അവന് ചിരിച്ചവനാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവര്, നീ കരഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു സഹോദരാ. ഉമ്മ ചിരിച്ചടോ, വാപ്പ ചിരിച്ചടോ, കൂടപ്പറപ്പ് ചിരിച്ചടോ, കുടുംബക്കാര് ചിരിച്ചടോ, ഇബ്ലീസ് പോലും ചിരിച്ചടോ. അതുകൊണ്ട് കവി പറയുകയാ, വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. പ്രതികാരം ചെയ്യ ചെറുപ്പക്കാരാ. എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? ഉമ്മാനെ തല്ലിയിട്ടല്ല, ഉപ്പാടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ്, നീ എപ്പോഴാണ് പ്രതികാരം ചെയ്യേണ്ടത്? അത്തിപ്പറ്റ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ദിവസം വിളിച്ചു പറയാറുണ്ട് സഹോദരാ, ഒരു ദിവസം വിളിച്ചു പറയുമടോ. ഈ വഅദ് പറയുന്ന എന്റെ വീട്ടിലും എന്റെ നാട്ടിലും ഒരു ദിവസം വിളിച്ചു പറയുമടോ. സിറാജ് എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയോ? ഈ വഅദ് പറയുന്ന സദസ്സിലെങ്ങാണം വെച്ച് ഞാനങ്ങ് വീണു മരിച്ചു പോയാൽ, അല്ലാഹുവേ ഈമാനുള്ള മരണം തരണേ അല്ലാ. ആരെങ്കിലും എന്നെ കൊണ്ടുപോകുമടോ? യഥാ പത്തനാപുരത്ത് എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടടോ. അവസാനം എന്റെ വീടിന്റെ പരിസരത്ത് പിടിച്ചു കിടത്തിയിട്ട് എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് അവസാനമല്ലാ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി വെള്ള തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമയ്ക്ക്
മറ്റിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എന്റെ മൂക്കിലൊക്കെ പഞ്ഞി വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ മുറ്റത്തിങ്ങനെ മലത്തിക്കിടത്തുമ്പോ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു ദിവസം വരുമടോ? എല്ലാരും കരയുന്ന ദിവസം, നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കരയുകയാണ്. പ്രായം ചെന്ന് നിന്റെ ഉമ്മാനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. പൊന്നുമോനെ ഒന്ന് അവസാനമായി കാണാറ്, എന്നെ എങ്ങാനും എന്റെ വീടിനകത്ത് കൊണ്ട് കിടത്തുമ്പോ എന്റെ മാതാവ് അടുത്ത് വരികയാണ്. സിറാജിന്റെ മുഖത്തിട്ടിരുന്ന വെള്ള തുണി എങ്ങു മാറ്റുമ്പോ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ ഞാൻ കരഞ്ഞ സമയത്ത് നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മാ? ഞാൻ കരഞ്ഞ സമയത്ത് നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മാ? ഇന്ന് നിങ്ങളൊക്കെ കരയുകയാണ്. എന്റെ മുഖത്ത് നോക്കി എന്തൊരു പ്രകാശമാണ്, എന്റെ ചുണ്ടിൽ നോക്കി എന്തൊരു ചുണ്ടില് എന്തൊരു പുഞ്ചിരിയാ ഉമ്മാ. എല്ലാവരും എന്നെ നോക്കുമ്പോ ഞാൻ ചിരിക്കുന്ന സഹോദരാ, നിങ്ങളും ചിരിക്കണമടോ, നിങ്ങളും ചിരിക്കണമടോ. നമ്മുടെ ഉമ്മ കരയണം, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എന്റെ മയ്യത്ത് നിസ്കരിക്കണ്ട നീ എന്നെക്കാളും മുമ്പേ പോകുകയാണോ? ഇനി എന്നാണടാ കാണുന്നത്? അതുകൊണ്ട് വാഴ്ച കേൾക്കാമെന്നവരോട് പറയുകയാണ്, വരും പാപ്പാ നീ മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയോട് പറയുന്നു, നീ മരിച്ചു കിടക്കുമ്പോ നിന്നെ കുറ്റം പറഞ്ഞവളും കളിയാക്കിയവളും വേദനിപ്പിച്ചവളും പരിഹസിച്ചവളും എല്ലാരും വരുന്നത് കാണുമ്പോ അവരും വരും പെങ്ങളെ, അവനും വരും സഹോദരാ. അവസാനം വരി വരിയായി നിന്ന് നിന്റെ വെള്ള തുണിയിൽ പുതച്ച് കിടത്തുന്ന ദിവസം നിന്റെ ചാരത്ത് വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി മാറ്റുമ്പോ അവൻ പറയണമല്ലാ, എന്തൊരു മരണവാ അല്ലാ, എന്തൊരു മരണവാ അല്ലാ. ജീവിച്ചിരുന്ന കാലത്ത് നിന്നെ കുറ്റം പറഞ്ഞവൻ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോ പറയണം, ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്ന് പറയുന്ന ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അത്തിപ്പറ്റ ഉസ്താദിന്റെ ജനാസ കണ്ട എല്ലാവർക്കും അറിയാ സഹോദരാ, അതിനാടോ മരണമെന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ ഉസ്താദിന്റെ മകനെ കണ്ടപ്പോ, ഉസ്താദിന്റെ കുടുംബ വീടിന്റെ അടുത്ത് വഴുതിന് പോയപ്പോ എന്റെ പറഞ്ഞു, ഉസ്താദിന്റെ ഉമ്മ എപ്പോഴും പറയും, അത്തിപ്പറ്റ ഉസ്താദിന്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടുമല്ലോ, നിങ്ങളെക്കാളും മുമ്പേ ഞാൻ മരിച്ചാ നിങ്ങളുടെ ദുആ എനിക്ക് കിട്ടുമല്ലോ. പടച്ചവനെ നിങ്ങളൊന്ന് ചിന്തിക്കടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. വാഴ്ന്നു പറയുന്ന സിറാജ് വീടെത്തുമെന്ന് ഉറപ്പില്ല. നിങ്ങളാരും നിങ്ങളുടെ വീടെത്തുമെന്നോ നേരം വെളുപ്പിക്കുമോ എന്നറിയില്ല. പക്ഷേ എപ്പ എവിടെ വെച്ച് അസറായിൽ വന്നാലും പോകണം, എപ്പ അസറായിൽ വന്നാലും കൂടെ പോകണം. പക്ഷേ വെറും കയ്യോടെ പോകാൻ പറ്റില്ല, വെറും കയ്യോടെ പോകാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. എല്ലാരും പറയുന്നത് വെള്ളിയാഴ്ച ദിവസം മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം, സ്വർഗം കണ്ടിട്ട് മരിക്കണം, നിസ്കരിക്കുമ്പോ മരിക്കണം, ഒന്നുവോടുകൂടി മരിക്കണം. എല്ലാവരുടെ ആഗ്രഹമാ സഹോദരാ. പക്ഷെ ആഗ്രഹം മാത്രം പോലെ ചങ്ങാതി, എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ ചെയ്യണ്ടേ, എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണ്ടേ. എന്റെ വാഴ കേൾക്കുന്നവർക്കറിയാ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉപദേശം, എനിക്കറിയുന്ന പടച്ചവനെ, ഒരു ഉസ്താദിന് 36 വയസ്സുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ അവസാനം ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കുമ്പോ ഡോക്ടർ അടുത്ത് വന്ന് പരിശോധിച്ചു, നിമോണിയ ലെൻസിലൊക്കെ ബാധിച്ചു. അവസാനം 24 മണിക്കൂർ ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ വന്ന് നേഴ്സിനോട് പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരറിയിക്കാൻ. ഉസ്താദിനെ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരറിയിച്ചേക്കാൻ. ഈ ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുക, പാവം. കുറച്ച് കഴിഞ്ഞു, നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. ഇത്ര പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തുന്നില്ല, ഒന്ന് പെട്ടെന്ന് വരാൻ. ഡോക്ടർ ഓടി ഉസ്താദിന്റെ അടുക്കൽ ചെന്നു, ചോദിച്ചു, നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചു, ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരണേ.
നിങ്ങളെ രക്ഷപ്പെടാൻ ഞങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കിടന്ന് കരയുന്നല്ലോ ഉസ്താദെ. നിങ്ങളുടെ അടുത്ത് കിടക്കുന്നതൊക്കെ രോഗികളാ, അവരെല്ലാം വലിയ ടെൻഷനില്ല. ഉസ്താദെ നിങ്ങളിങ്ങനെ കരയരുത്, നിങ്ങൾ മരിച്ചൊന്നും പോകില്ല. എന്താ പേടിയാ? മരിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ അടുത്ത് കരയുന്നേ. ആ സമയത്ത് ചെറുപ്പക്കാരനായ ഉസ്താദ് പതിയ സ്വരത്തിൽ പറഞ്ഞു അത്രേ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും അള്ളാഹു എനിക്ക് നിശ്ചയിച്ച സമയം 1 മിനിറ്റ് പോലും മാറൂല, ഞാൻ മരിക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയും മക്കളെ ഓർത്തിട്ടാണോ? കുടുംബത്തെ പിരിയുന്നതിന്റെ സങ്കടമാണ്. അവരെ കാണണമെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിച്ചു തരാൻ, നിങ്ങൾ കരയരുത്. അപ്പോഴും ഉസ്താദ് പറഞ്ഞു അത്രേ, അല്ല, എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഓർത്തിട്ടൊന്നുമല്ല ഞാൻ കരയുന്നത്. അപ്പൊ ഡോക്ടർ മുസ്ലിമാണ്. ആ മനുഷ്യൻ അത്ഭുതം. മരിക്കാൻ പേടിയില്ല, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കാണാത്തതിലോ പിരിയുന്നതിലോ നിങ്ങൾക്ക് സങ്കടമില്ല. പിന്നെന്തിനാ ഉസ്താദെ കരയുന്നേ? പിന്നെന്തിനാ ഉസ്താദെ കരയുന്നേ? ഞാൻ 2.25 മണിക്കൂർ വഴുതു പറഞ്ഞടോ. ആ 2.25 മണിക്കൂർ വഴുതിനെക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ഉപദേശം ആ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വഴുതു കേൾക്കുന്നതിനേക്കാളും നല്ലത് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒറ്റ വാക്കാ. ആ ഡോക്ടറോട് പറഞ്ഞ മറുപടി, അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. 36 കൊല്ലം എനിക്ക് കണ്ണും കാലും ആരോഗ്യവും ഭക്ഷണവും സമ്പത്തും തന്ന എന്റെ റബ്ബ്, ആ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്ത് ധൈര്യത്തിലാ പോവാ? എന്തും കൊണ്ട് ഞാൻ അള്ളാഹുടെ മുമ്പിൽ പോകും. എടോ വഴുതു കേൾക്കണ ചെങ്ങായി, ഞാനും നിങ്ങളും ചിന്തിക്ക്. ഇന്ന് രാത്രി അസ്രായേൽ വന്നിട്ട് വാടാ പോടാന്ന് പോകാന്ന് പറഞ്ഞാൽ എന്നുണ്ടും ജീവിതത്തിൽ ഒരു നല്ല മരണം കിട്ടാനോ അള്ളാഹുവെ സ്വർഗം കണ്ടു മരിക്കാനോ സ്വർഗം കിട്ടാനോ എന്നാ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്? ഈ ബോധമുണ്ടോ എനിക്ക്? നമ്മുടെയൊക്കെ സ്വഭാവവും നമ്മുടെയൊക്കെ നടത്തേക്കെ കണ്ട എടോ ഒരു സ്വർഗമുള്ള എന്നാതി നിബിധങ്ങൾ കിടക്കുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത്. എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? എന്താ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു നന്മ ചെയ്യടോ. 1000 ഒന്നും വേണ്ട ഉപ്പ, 1000 നന്മ ഒന്നും ചെയ്യണ്ട. ഒരു നന്മ ചെയ്യും, ഏതെങ്കിലും ഒരെണ്ണം ചെയ്തു നോക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.